ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു ഈസി ചിക്കൻ ബിരിയാണി റെസിപ്പിയാണ്. ആദ്യം തന്നെ ബിരിയാണിക്കുള്ള റൈസ് തയ്യാറാക്കാം. അതിന് ഞാനിവിടെ ഒരു പാത്രത്തിൽ റൈസ് വേവാൻ ആവശ്യത്തിന് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. റൈസ് ഞാനിവിടെ കൈമ റൈസാണ് എടുത്തിരിക്കുന്നത്. 4 ഗ്ലാസ് റൈസ് ഉണ്ട്. അത് കഴുകി വെള്ളം തോരാൻ വെച്ചിട്ടുണ്ട്. ചിക്കൻ 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വലിയ കഷ്ണങ്ങളാക്കി ഡ്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് 3-4 ഏലക്ക, 2-3 കുരുമുളക്, 3-4 ഗ്രാമ്പു, 2 കറുവപ്പട്ട ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് ഉപ്പ് ചേർക്കാൻ മറക്കരുത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചത് ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിച്ചപ്പ്, പുതിനയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് അരി ഇട്ട് വേവിക്കാം. ഇതൊരു 10 മിനിറ്റ് ജസ്റ്റ് ഒരു 70% മാത്രം വെന്താൽ മതി. ബാക്കി നമുക്ക് ദമ്മിലിട്ട് വേവിക്കാം. ഇപ്പോൾ അരി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനിത് ഊറ്റിയെടുത്ത് ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം തോരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി മസാല തയ്യാറാക്കാം. അതിന് ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പെരുംജീരകം, ഗ്രാമ്പു, ഏലക്ക, കറുവപ്പട്ട, കുരുമുളക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതാണ് നമ്മുടെ ബിരിയാണിയുടെ സ്പെഷ്യൽ മസാല. നെക്സ്റ്റ് നമുക്ക് ബിരിയാണി ഗാർണിഷ് ചെയ്യാനുള്ള ഐറ്റംസ് തയ്യാറാക്കാം. അതിനായി ഞാനൊരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതേ പാനിലേക്ക് തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് പിസ്ത തയ്യാറാക്കാം. അതിനായിട്ട് സവോള ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള മസാല തയ്യാറാക്കാം. അതിനിവിടെ ഒരു 4-5 സവോള എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം കൃത്യമായ അളവ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഗാർണിഷിങ്ങിന് വേണ്ടി തയ്യാറാക്കിയ അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, പിസ്ത ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിച്ചപ്പ്, പുതിനയിലയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി മസാലയ്ക്ക് ആവശ്യമായ തക്കാളി ഇവിടെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ നാരങ്ങയുടെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബൗളിൽ കട്ട തൈരും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അതിന് ഞാൻ പാൻ വെച്ച് ചൂടായപ്പം ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് അരിഞ്ഞു വെച്ച സവോള ഇട്ട് കൊടുത്തു. ഇനി ഇത് നമുക്ക് നന്നായി വഴട്ടിയെടുക്കാം. സവോള ഇപ്പം നല്ല സോഫ്റ്റായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പം ഇത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് നന്നായി ഇളക്കി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. തക്കാളി എല്ലാം നന്നായി വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില, പുതിനയില, പിസ്തയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മല്ലിയിലയുടെയും പുതിനയിലയുടെയും ഫ്ലേവറൊക്കെ മസാലയിലേക്ക് പിടിക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇതൊന്ന് നന്നായി ഇളക്കി അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. മസാലയൊക്കെ ചിക്കനിലേക്ക് നന്നായി പിടിക്കാൻ വേണ്ടി ഇളക്കി കൊടുക്കുക. ഇത് നന്നായി ഇളക്കിയിട്ട് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിക്കണം. വീണ്ടും തുറന്നിട്ട് കുറച്ചുകൂടി ഒന്ന് ഇളക്കി ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കണം.
ഇനി തൈരും ലെമൺ ജ്യൂസും ചേർക്കാം. തൈര് ചേർക്കുന്നത് ചിക്കൻ നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ്. ലെമൺ ജ്യൂസ് ചേർക്കുന്നത് ചിക്കൻ പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി ഇത് നന്നായി ഇളക്കി വീണ്ടും അടച്ചു വെച്ച് വേവിക്കണം. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒട്ടും തന്നെ ഒഴിച്ചു കൊടുക്കുന്നില്ല. ചിക്കനിലെ വെള്ളം ഇറങ്ങി ഇത് നന്നായി വെന്ത് വരും. ഇപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ച ബിരിയാണി മസാല ഒരു 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. മസാലയുടെ ഫ്ലേവർ ഒത്തിരി ഇഷ്ടമല്ലാത്തവർക്ക് ഇതിൻ്റെ അളവ് കുറയ്ക്കാം. ഇത് നന്നായി ഇളക്കി അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് നമുക്കിത് വേവിക്കാം. ഇപ്പോൾ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് ബിരിയാണിക്കുള്ള ദം തയ്യാറാക്കാം. ദം ചെയ്യാനായി ചുവട് കട്ടിയുള്ള ഒരു പരന്ന പാത്രം വെക്കുക. അതിൻ്റെ മുകളിൽ ബിരിയാണി വെക്കാനുള്ള പാത്രം വെക്കുക. ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ലെയറാക്കിയിട്ട് ഇതിന് മുകളിൽ മല്ലിച്ചപ്പും പുതിനയിലയും ഗാർണിഷിങ്ങിന് തയ്യാറാക്കിയ ഐറ്റംസ് എല്ലാം കൂടെ മിക്സ് ചെയ്തതും കൂടെ ലെയർ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വീണ്ടും റൈസും ഈ മല്ലിച്ചപ്പും പുതിനയിലയും കൂടി ലെയർ ചെയ്ത് കൊടുക്കാം. ചിക്കൻ്റെ ബാക്കി ഗ്രേവി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചിട്ട് കൊടുക്കുകയാണ്. ബാക്കിയുള്ള റൈസും മല്ലിച്ചപ്പ് പുതിനയിലെല്ലാം കൂടെ ലെയറായിട്ട് ഇട്ട് കൊടുക്കാം മുകളിൽ. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ നല്ല ടൈറ്റായിട്ട് ഒരടപ്പും കൂടി വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതൊരു 15 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരുന്ന് വേവണം. ഇപ്പോൾ ദം ചെയ്യാൻ വെച്ചിട്ട് കറക്റ്റ് ടൈം ആയിട്ടുണ്ട്. റൈസും ചിക്കനും ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. സോ എല്ലാവർക്കും എൻ്റെ ഈ ഈസി ചിക്കൻ ബിരിയാണി റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.